അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹ്, ദി പ്രോഫറ്റ് മൂസ അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരകളാണ് ബനി ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്നത്. അവർ ഈജിപ്തിലേക്ക് കുടിയേറി. അവിടെ അവർ വളരെ കാലം സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഈ പരമ്പരയിൽ പെട്ടതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹു അദ്ദേഹത്തിന്റെ പേര് 120-ൽ പരം തവണ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ഈജിപ്തിലായിരുന്നു. അക്കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഫിർഔൻ ആയിരുന്നു. ഫിർഔൻ ഇസ്രായേലുകാരോട് വളരെയധികം വെറുപ്പായിരുന്നു. ഇസ്രായേലിയർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഒരു ദിവസം ഫിർഔൻ ആജ്ഞാപിച്ചു. പടയാളികൾ ഈജിപ്തിൽ ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. സൈനികർ പെട്ടെന്ന് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലുമെത്തി. എന്നാൽ നബിയുടെ മാതാവ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുഞ്ഞിനെയും കൊണ്ട് വീടിന്റെ പുറത്ത് കടന്നു. കുഞ്ഞിനെ ഒരു മരത്തിന്റെ പെട്ടിയിലാക്കി നൈൽ നദിയിലൂടെ ഒഴുക്കിവിട്ടു. ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെ മുകളിലൂടെ കുറേ ദൂരം ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം പ്രവാചകന്റെ സഹോദരി പുഴയുടെ തീരത്തിലൂടെ ആ പെട്ടിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. ദൈവം ആ പെട്ടിക്ക് വഴികാട്ടിയായി. കുറച്ചു സമയം നൈൽ നദിയിൽ ഒഴുകി നീങ്ങിയതിനു ശേഷം ആ പെട്ടി ഒരു ചെറിയ അരുവിയിൽ പ്രവേശിച്ചു. അരുവിയുടെ തീരത്ത് നിൽക്കുകയായിരുന്ന ഫിർഔനിന്റെ ഭാര്യ ആ പെട്ടി കണ്ടു. അവർ തോഴിമാരോട് അത് കരയിൽ എടുത്തു വെക്കാൻ ആവശ്യപ്പെട്ടു. അരുവിയിൽ കുളിക്കുകയായിരുന്ന ഫിർഔനിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ വാത്സല്യം തോന്നി. അവർ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഫിർഔനിനെ കാണിച്ചു. ഈ കുഞ്ഞിനെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവനെ കൊല്ലരുത്, നമുക്കിവനെ നമ്മുടെ മകനായി വളർത്താം. അവർ ഫിർഔനോട് പറഞ്ഞു. അയാളത് സമ്മതിച്ചു. അങ്ങനെ അവർ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇതിലൂടെ അള്ളാഹു മൂസാ നബിക്ക് രാജകീയമായ ഒരു ജീവിതമാണ് നൽകിയത്. വൈകുന്നേരം ഫിർഔന്റെ ഭാര്യ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. ഈ കുഞ്ഞിനെ എന്താണ് കൊടുക്കുക? അവർ ദാസിയോട് ചോദിച്ചു. കുഞ്ഞിനെ പാല് കൊടുക്കാൻ ഒരു സ്ത്രീയെ നിയമിക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകും, ദാസി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുടർന്നു വന്ന അദ്ദേഹത്തിന്റെ സഹോദരി ഇത് കേൾക്കുകയും അവർ മുന്നോട്ട് വന്നുകൊണ്ട് രാജ്ഞിയോട് പറഞ്ഞു. കുഞ്ഞിനെ പാല് കൊടുക്കാനും നന്നായി പരിചരിക്കാനും കഴിയുന്ന ഒരു സ്ത്രീയെ എനിക്കറിയാം. അവളെ കണ്ടപ്പോൾ രാജ്ഞി അത്ഭുതപ്പെട്ടെങ്കിലും വിഷമത്തിലായിരുന്ന അവർ ആ സ്ത്രീയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഈ സമയം തന്റെ പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ച് കരയുകയായിരുന്നു നബിയുടെ മാതാവ്. ഒരു മാതാവിന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ആ സമയത്ത് നബിയുടെ സഹോദരി ആ സന്തോഷ വാർത്തയുമായി അങ്ങോട്ട് ഓടി വന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ രാജ്ഞി ദത്തെടുത്ത വിവരവും കുഞ്ഞിനെ പരിചരിക്കുന്നതിന് ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നുണ്ടെന്ന വിവരവും അവർ മാതാവിനോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ അവർ മകളെയും കൊണ്ട് കുഞ്ഞിനെ പാല് കൊടുക്കാൻ കൊട്ടാരത്തിലേക്ക് പോയി. ആ കുഞ്ഞ് അവരുടെ പാല് കുടിക്കുന്നത് കണ്ട് രാജ്ഞിക്ക് സന്തോഷവും അത്ഭുതവും തോന്നി. കാരണം ആ ദിവസം മുഴുവനും മൂസാ നബി അലൈഹിസ്സലാം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാജ്ഞി അവരെ കുഞ്ഞിന്റെ പരിചാരികയായി നിയമിച്ചു. അവർക്കറിയില്ലായിരുന്നു അത് അവന്റെ യഥാർത്ഥ മാതാവാണെന്ന്. അങ്ങനെ അതുവഴി അള്ളാഹു ആ മാതാവിന് സന്തോഷം നൽകി. പ്രവാചകൻ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ മകനായി രാജകീയമായി വളർന്നു. അദ്ദേഹം വളർന്നപ്പോൾ വളരെ ശക്തനായി മാറി. അദ്ദേഹം ഒരു ദയാലു ആയിരുന്നു. അടുത്ത ദിവസം
അദ്ദേഹം പട്ടണത്തിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു ഇസ്രായേലനെ ഒരു ഈജിപ്ഷ്യൻ പടയാളി അടിക്കുന്നത് കണ്ടു. ഇസ്രായേലൻ പ്രവാചകനെ കണ്ടപ്പോൾ അവർ സഹായത്തിനായി അദ്ദേഹത്തോട് യാചിച്ചു. പ്രവാചകൻ ആദ്യം പടയാളിയോട് കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വന്ന് പടയാളിയെ ശക്തമായി ഇടിച്ചു. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ അവൻ മരിച്ചു. കാരണമില്ലാതെ ആരെങ്കിലും കൊല്ലുന്നത് പാപമാണെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഇതിൽ കുറ്റബോധം തോന്നി. അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ നാഥ, തീർച്ചയായും ഞാൻ അന്യായം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പാപപ്രവൃത്തി ചെയ്യില്ല. ഇനിയുള്ള ജീവിതം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു വേണ്ടിയാണെന്ന് പ്രവാചകൻ ശപഥം ചെയ്തു. അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അടികിട്ടിയ അതേ മനുഷ്യൻ മറ്റൊരു ഈജിപ്ഷ്യൻ പടയാളി അടിക്കുന്നത് അദ്ദേഹം കണ്ടു. പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം പ്രവാചകൻ ഒരു പടയാളിയെ കൊന്ന വിവരം അറിയാതെ പറഞ്ഞുപോയി. ഓ മൂസ, നിങ്ങൾ ഇന്നലെ ഒരു സൈനികനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ പോവുകയാണോ? അയാൾ ചോദിച്ചു. അടുത്ത ദിവസം പ്രവാചകന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു: മൂസ, നിങ്ങളെ പിടിക്കാൻ പടയാളികൾ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകൂ. അപ്പോൾ പ്രവാചകൻ പാപികളായ ഈ ജനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രവാചകൻ ആ നഗരം വിട്ട് മദീനയിലേക്ക് പോയി. പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സാഹസകരമായ പല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. മദീനയിലെത്തുന്നതിനു വേണ്ടി അദ്ദേഹം മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചു. ഇടയ്ക്ക് അദ്ദേഹത്തിന് മരപ്പച്ച കാണാൻ കഴിഞ്ഞു. അവിടെ വിവിധ തരത്തിലുള്ള മരങ്ങളും വെള്ളക്കുഴികളും ഉണ്ടായിരുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ കുറച്ച് വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ കുറച്ചു പേർ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം നൽകുന്നുണ്ടായിരുന്നു. അതിന്റെ പുറകിലായി 2 പെൺകുട്ടികൾ ആട്ടിൻ കുഞ്ഞുങ്ങളുമായി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരോട് ചോദിച്ചു: നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആട്ടിൻ കുഞ്ഞിന് വെള്ളം നൽകാതെ മാറി നിൽക്കുന്നത്? അവിടെയുള്ളവർ വെള്ളമെടുത്ത് കഴിയാതെ ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ അനുവദിക്കുകയില്ല, പ്രവാചകനോട് അവർ പറഞ്ഞു. ഇത് കേട്ട് പ്രവാചകൻ അവരുടെ ആട്ടിൻകുട്ടികളെയുമായി വെള്ളത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവർക്ക് വെള്ളം കൊടുത്തു. ഇത് കണ്ട അവർ ആദ്യം ദേഷ്യപ്പെട്ടു. എന്നാൽ പ്രവാചകന്റെ വലിപ്പവും ശക്തിയും കണ്ട അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. തങ്ങളെ സഹായിച്ച പ്രവാചകനോട് അവർ നന്ദി അറിയിച്ചു. പ്രവാചകൻ വീണ്ടും വലിയ മരത്തിന്റെ അടിയിൽ വിശ്രമിച്ചു. ആ പെൺകുട്ടികൾ അവരുടെ ആടുമായി വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടികളിൽ നിന്നും ഒരാൾ തിരിച്ചു വന്നു. അവരുടെ പിതാവിന് പ്രവാചകനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പ്രവാചകൻ അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലെത്തിയ പ്രവാചകൻ പിതാവിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കഥകൾ ആ പിതാവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ പിതാവിന് മനസ്സിലായി പ്രവാചകൻ വിശ്വസ്തനും നല്ലവരുമായ ഒരു വ്യക്തിയാണെന്ന്. അദ്ദേഹം തന്റെ പുത്രിന്മാരിൽ ഒരാളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വളരെയധികം പ്രായമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃഗങ്ങളെയും മറ്റും നോക്കി നടത്തുന്നതിന് ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ടായിരുന്നു. പ്രവാചകൻ അതിന് സമ്മതിച്ചു. അദ്ദേഹം പുത്രിമാരിൽ ഒരാളെ വിവാഹം കഴിക്കുകയും സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു.